കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പുരോഗമിക്കവേ സംസ്ഥാന സർക്കാരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ സുപ്രീം കോടതിയുടെ മുൻപിൽ നടന്ന നിയമ പോരാട്ടത്തിൽ നിർണായക വിധി പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്കിടയിലെ നിയമപരവും ഭരണപരവുമായ വെല്ലുവിളികളുടെ വ്യക്തമായ ചിത്രമാണ് ഈ കേസ് നൽകുന്നത്. ഓരോ പൗരന്റെയും വോട്ടവകാശം ഉറപ്പാക്കുന്നതിനും വോട്ടർ പട്ടിക കാലികമാക്കുന്നതിനും വേണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്ന സുപ്രധാനമായ പ്രക്രിയയാണ് സ്റ്റാൻഡേർഡ് ഇൻഫർമേഷൻ റിവിഷൻ. നിലവിലുള്ള വോട്ടർ പട്ടികയിൽ പുതിയ ആളുകളെ ചേർക്കുക, മരണപ്പെട്ടവരെ ഒഴിവാക്കുക, വിലാസം മാറിയവരുടെ വിവരങ്ങൾ തിരുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പ്രക്രിയയുടെ ഭാഗമായി നടക്കുന്നത്. എന്നാൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ SIR നടപടികൾ ആരംഭിച്ചത് വലിയ ഭരണപരമായ പ്രതിസന്ധിക്ക് വഴിയൊരുക്കി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ SIR നടപടികളും നടപ്പിലാക്കേണ്ടി വരുമ്പോൾ അത് സംസ്ഥാന സർക്കാരിന്റെയും ഉദ്യോഗസ്ഥന്റെയും മേൽ അമിതമായ ജോലിഭാരം അടിച്ചേൽപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാർ വാദിച്ചു. തെരഞ്ഞെടുപ്പ് ജോലികൾക്കും വോട്ടർ പട്ടിക പുതുക്കൽ ജോലികൾക്കും ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഒരേ വിഭാഗം ഉദ്യോഗസ്ഥരെയാണ്. ഈ ഇരട്ട ചുമതല തിരഞ്ഞെടുപ്പ് പ്രക്രിയയെയും ഭരണനിർവഹണത്തെയും താളം തെറ്റിക്കുമെന്ന ആശങ്കയാണ് സർക്കാർ പ്രധാനമായും കോടതിയുടെ മുൻപിൽ വെച്ചത്. SIR നടപടികൾ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ആദ്യം കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടാൻ വിസമ്മതിക്കുകയും സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാനത്തോട് ആവശ്യപ്പെടുകയുമായിരുന്നു. തുടർന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നത്.